ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് വീണ്ടും പുതിയ ഒരു വീഡിയോ മട്ടെത്തിരിക്കുകയാണ്. ഞാനാണ് കൂൾമമ്മ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഹാപ്പി ഫാദേഴ്സ് ഡേ. അങ്ങനെ ഓൾ ഇന്ത്യ തന്തമാർക്ക് വേണ്ടി ഒരു ദിവസം ഫാദേഴ്സ് ഡേ ആയിട്ട് കൂൾ മുഹമ്മദിന്റെ വാപ്പ അലിയാർ വിശ്രമിക്കും. ഫാദേഴ്സ് ഡേ ആയിട്ട് പുള്ളിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. ഈ ശരീരം സബീലാക്ക് സ്വന്തം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ചോറ് തന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പുള്ളി ഈ രണ്ട് പൂച്ചകൾക്ക് ചോറ് കൊടുക്കുന്നത്. വാപ്പ അലിയാർ എന്ന് കൈകാട്ടി വിളിച്ചാൽ ഈ പൂച്ചക്കുട്ടികൾ ഓടി വരും. അതേപോലെ എന്നെ കൈകാട്ടി വിളിച്ചാൽ ഞാൻ തിരിഞ്ഞോടും. അതാണ് ഞാനും ഈ പൂച്ചകളും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ അച്ചാറില്ലാത്തത് കൊണ്ട് അച്ചാർ മേടിക്കാൻ ഇറങ്ങിയതാണ് കൂൾമമ്മ. അപ്പോഴാണ് ഞാൻ എന്റെ വേട്ടാവളിയനായ ഈ ചേട്ടനെ കണ്ടത്. ഇത് അല്ലമീൻ സുപ്ര, വയസ്സ് 30, മാരീഡാണ്, ഒരു കൊച്ചുണ്ട്. പ്രൊഫഷനെ പറ്റി പറയുകയാണെങ്കിൽ റിട്ടയർഡ് കോഴിയാണ്. കല്യാണം കഴിഞ്ഞതും ആളൊന്ന് ഒതുങ്ങിയതല്ല, ഒതുക്കി. അങ്ങനെ പെണ്ണും പിള്ളക്ക് അച്ചാറിടാൻ വേണ്ടി മാങ്ങ മേടിക്കാൻ വേണ്ടി വന്നതാണ് അല്ലമീൻ സുപ്ര. അച്ചാറിടുന്ന മാങ്ങ പൂളി നോക്കി അത് കറക്റ്റ് ആണോ നോക്കിയിട്ടേ പുള്ളി മേടിക്കും. കാര്യം വൈഫിന് പേടിയാ. തസ്നി ഡാ എന്ന് വിളിച്ചാൽ അല്ലമീൻ അവിടെ വിറയ്ക്കും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കൂൾ മുഹമ്മദ് മലക്കറി കടയിൽ കയറി. മലക്കറി കട, റേഷൻ കട, പലചരക്ക് കട, ഇങ്ങനത്തുള്ള കടകളിലൊന്നും ഞാൻ കയറാറില്ല. കാരണം എന്റെ വാപ്പ അലിയാർ എന്നെ ഒന്നും അറിയിക്കാതെയാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ 65-ാം വയസ്സിലും അയാൾ തന്നെയാണ് എല്ലാ കടയിലും പോകും. കൂൾ മുഹമ്മദിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്റെ വാപ്പ അലിയാരാണ്. കാരണം ആ പുള്ളി എന്നെ ഒരു നോക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാറില്ല. ജോലിക്ക് പോകാൻ പറയാറില്ല. രാത്രി 3 മണിക്ക് വന്നാലും അദ്ദേഹം എനിക്ക് കഥ തുറന്നു തരും. അതുപോലെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കാശടിച്ച് മാറ്റിയെന്ന് അറിഞ്ഞിട്ടും എന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഫാദേഴ്സ് ഡേ ആയിട്ട് വാപ്പാമാരെ ഇഷ്ടമുള്ള എല്ലാവരും കമന്റിൽ വന്ന് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. അങ്ങനെ മാങ്ങ മേടിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഇവന്റോറിൽ പോകാൻ ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ജംഗ്ഷനിൽ കൂടെ നടന്നുപോയ 2 പെൺകുട്ടികൾ ഇവന്റോറിലോട്ടാണോ പോയതെന്ന് എന്റെ ചേട്ടൻ ഒരു സംശയം. ആ സംശയവും തീർത്ത് അവർ രണ്ടുപേരും ഒന്ന് കാണാമല്ലോ എന്നും പറഞ്ഞാണ് അയാൾ വന്നത്. ഒരു ദർശന സുഖം. മനസ്സിലെ കോഴിയെ ചെങ്ങല കിട്ടിരിക്കുകയാണെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ വന്നാൽ ആ ചെങ്ങല ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാറുണ്ട്. അല്ലമീൻ സുപ്ര അവരെ നോക്കാനാണ് വന്നതെങ്കിലും കാശ് പോയത് കൂൾ മുഹമ്മദിന്റെയാണ്. എന്നെ കണ്ടുടനെ കണിക്കൊന്ന ഫൗസി എന്റെ അടുത്ത് വന്നിട്ട് ഇക്കാ ഇത് മേടിച്ച് താ. ആ സൗണ്ട് മോഡുലേഷന് മുമ്പിൽ കൂൾ മുഹമ്മദ് വീണു. അങ്ങനെ ഒരു 230 രൂപയാണ് എന്റെ പൊട്ടിയത്. 50 രൂപയുടെ അച്ചാറും മേടിച്ച് വീട്ടിൽ പോകാൻ നിന്ന് എന്നെ ഇയാളാണ് ബൈക്ക് കയറ്റി കൊണ്ടുവന്ന് വെറുതെ എന്റെ കാശ് മൊത്തം കളയിപ്പിച്ചത്. എന്നിട്ട് ഹാപ്പി ഫാദേഴ്സ് ഡേ ആയിട്ട് 2 വയസ്സുള്ള സ്വന്തം മോക്ക് ഒരു ഗിഫ്റ്റ് പോലും മേടിക്കാതെ വെറുതെ കടയിൽ വന്ന് ഇന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു പോകും. ഇയാളൊരു തന്തയാണോ? അപ്പം എല്ലാ വാപ്പാമാർക്കും കൂൾ മുഹമ്മദിന്റെ വക ഹാപ്പി ഫാദേഴ്സ് ഡേ. അപ്പൊ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യണേ.